ഇത് മാർക്കറ്റ് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് ആൾക്കാർ ഇറങ്ങാത്തത് മീൻ വാങ്ങാൻ. ഇക്കാര്യം കോർപ്പറേഷൻ ശ്രദ്ധയിൽ ഭരണസമിതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഈ സ്ഥലം കോർപ്പറേഷൻ തന്നെ സ്വന്തമായി വാങ്ങി ഈ മേയർ നമുക്ക് തിരുമലയിൽ ഒരു മാർക്കറ്റ് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമാവും. MLA CPM, മേയർ CPM. അപ്പം ഈ ചെളിയിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഒന്ന് കെട്ടി തന്നാൽ ഞങ്ങൾ സോമമായിട്ടിരിക്കും. അവള് വന്ന് ഒരു ദിവസം നോക്കിയിട്ടുണ്ട്. അവിടെ മേജർ രാജേന്ദ്രന്റെ ഭാര്യ. മേയർ വന്നപ്പം മുമ്പുള്ള വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യാസം വരുമെന്ന് വിശ്വാസമുണ്ടോ? ഉണ്ട്, നല്ലതുപോലെ ഉണ്ട്. 50 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കച്ചവടം ചെയ്യുന്ന ഒരു മാർക്കറ്റായിരുന്നു ഇന്ന് ഈ ശോചനീയ അവസ്ഥയിൽ കിടക്കുന്നത്. 3 കോടി രൂപ ഇത്തവണ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നീക്കി വെച്ചിട്ടുണ്ട്. മേയർക്കും ഇവിടുത്തെ കൗൺസിലർക്കും കിട്ടിയേനെ. സ്ഥലം മാത്രമല്ല സപ്പോർട്ട് തന്നതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ എന്നോട് കൊണ്ടുവന്ന് അയാൾ 3 കോടി അനുവദിച്ചു. ബഡ്ജറ്റ് തയ്യാറാക്കി കൗൺസിൽ വന്നിട്ട് 3 കോടി അനുവദിച്ചു. എല്ലാ ദിവസവും എൻ്റെ ഇവിടെ വന്നിട്ട് എവിടെ സ്ഥലം ആയിരത്തി 1992 മുതൽ തിരുമല മാർക്കറ്റ് പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടുത്തെ കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം കോർപ്പറേഷൻ ശ്രദ്ധയിൽ ഭരണസമിതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഈ സ്ഥലം കോർപ്പറേഷൻ തന്നെ സ്വന്തമായി വാങ്ങി ഒരു ബഹുനില കെട്ടിടം നിർമ്മിച്ച് ഇവിടുത്തെ പരമ്പരാഗതമായി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ മാറിയ കാലാവസ്ഥയിൽ വ്യത്യസ്തമായ പുതിയ കച്ചവടങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ട സൗകര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് 3 കോടി രൂപ ഇത്തവണ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നീക്കി വെച്ചിട്ടുണ്ട്. ബാക്കി തോട് കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ അടുത്ത നടപടികളുമായിട്ട് കോർപ്പറേഷൻ ഭരണസമിതി എത്രയും പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ ഇവിടെ കച്ചവടം ചെയ്യാൻ വേണ്ടി 30-40 വർഷം കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർക്ക് മഴ വന്നാൽ കയറിയിരിക്കാൻ പോലും ഒരു സ്ഥലമില്ല. എല്ലാം വാരി മാറ്റി ഏതെങ്കിലും പ്രദേശത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ്. അതിനൊക്കെ തന്നെ പരിഹാരം കാണുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ വാർഡിൻ്റെ കൗൺസിലർ ദേവിമയുണ്ട്, തൊട്ടടുത്ത വാർഡിൻ്റെ കൗൺസിലർ ഗിരികുമാറുണ്ട്, ഒക്കെ ഉണ്ട്. ഈ പ്രദേശത്തെ പൊതുപ്രവർത്തകരൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി സജീവമായിട്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യം പരിഹരിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തിരുമല യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാരവാഹികൾ ഉൾപ്പെടെ നിരന്തരമായി കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭരണസമിതി എത്രയും പെട്ടെന്ന് തന്നെ ഈ വിഷയം പരിഹരിക്കും. സന്തോഷമായി. പുതിയ ബിൽഡിങ് അതിന് സന്തോഷമായി. ഇത് എത്ര നാളായിട്ടുണ്ട്? ഞാൻ കുറച്ച് ദിവസമായി. 3-4 ദിവസമാകും. അമ്മ എത്ര നാളായിട്ട് ഇവിടെ 40 വർഷമായി. 40 വർഷമായിട്ട് ചന്തയിൽ. അപ്പൊ ഇപ്പൊ മേയറൊക്കെ വന്ന് സന്തോഷിച്ചല്ലോ? സന്തോഷം തന്നെ. ഞങ്ങൾ മളയിലിരിക്കണവന് ഇതെല്ലാം വെള്ളം കയറി ചെളിയായിരിക്കണത്. അപ്പം ഈ ചെളിയിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഒന്ന് കെട്ടി തന്നാൽ ഞങ്ങൾ സോമമായിട്ടിരിക്കും. മോനെ ഈ ഇങ്ങനെ തന്നെ കിടക്കണം ഈ ചന്ത. വർഷമായിട്ട് ഇങ്ങനെ തന്നെ. ഇപ്പം ഈ വെള്ളം ഇല്ല മോനെ. ഈ മഴ പെയ്യുമ്പോൾ വന്ന് ഇവിടെ നോക്കണം മോനെ. ചന്ത അവിടെയാണ് ഇരുന്നത്. ഞങ്ങൾ ആ ചന്തയിലാണ് ഇരുന്നത് ആദ്യം. അതിന് പുറപടി ഞങ്ങൾ വിരട്ടി അപ്പുറം ഒരു ക്ഷേത്രത്തിൻ്റെ കിട്ടായിരുന്നു. ക്ഷേത്രത്തിൻ്റെ കിട്ട വിരട്ടി മറുപടി ഇവിടെ വന്നു.
ഇവിടെ നിന്ന് നമ്മളെ പോലീസൊക്കെ വരട്ടിയപ്പോൾ ഞങ്ങൾ ഇത് കെട്ടിയിരിക്കണ മനെ അവിടെ ഇരുന്ന് അവിടെ നിന്നാണ് പിന്നീട് അപ്പുറത്തെ സൈഡിലിരുന്ന് അതിന് പുറകോട്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ പാമ്പിൻ്റെ കളി. ഈ സ്ഥലം വാങ്ങിച്ച് മനെ സെറ്റ് കെട്ടി തരാമെന്ന് മേയർ പറഞ്ഞു. കെട്ടണം. സന്തോഷമായി. ഞാൻ മാർക്കറ്റിൽ തിരുമല കോംപ്ലക്സിനകത്ത് വന്ന കാലം 45-ാമത്തെ വർഷമാണ്. അപ്പം ഞങ്ങൾ ആ മാർക്കറ്റിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന കോംപ്ലക്സിനകത്ത് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം സുപ്രഭാതത്തിൽ തറക്കല്ലിട്ട് രാത്രി നമ്മൾ പോയതിന് ശേഷം മാർക്കറ്റ് കഴിഞ്ഞ് ഞങ്ങൾ പോയതിന് ശേഷം ഇട്ടിരിക്കുന്നു. പിറ്റേന്ന് പോയാലും ഞാൻ കുറേ മീനും കൊണ്ട് ഞാൻ പോയപ്പോൾ കാണാം മുള്ളുവേലി വെച്ച് അടച്ചിരിക്കുന്നു. ഞാൻ മുള്ളുവേലി കടന്ന് ഞാൻ അകത്ത് കയറി ഞാൻ കൊണ്ടുവച്ചപ്പോൾ ഉള്ള GAPയും ഉള്ള പോലീസും പട്ടാളവും എല്ലാം വന്ന് ഇവരെല്ലാവരും വന്ന് എന്നെ ഇറങ്ങാം, നിങ്ങൾ എവിടെ ഉള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ വരെ മീൻ വിറ്റ മാർക്കറ്റാണ്, അതുകൊണ്ട് ഞാൻ ഇന്നും കൊണ്ടുവന്നു. അത് ഇന്ന് മുള്ളുവേലി അടച്ചു വെച്ചിട്ട് കണ്ടില്ല. മുള്ളുവേലിയായ കമ്പി വേലിയായിരിക്കട്ടെ, എൻ്റെ ജീവിത പ്രശ്നമാണ് ഞാൻ അതിൻ്റെ അകത്ത് കയറി. വേറെ ആരാണെങ്കിലും ബോധം കെട്ട് വിടും. ഞാനങ്ങനെ ബോധം കെട്ടുന്നില്ല. ഞാൻ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. പിന്നെ കോർപ്പറേഷൻ വിലക്കെടുത്ത് എങ്ങനെയെങ്കിലും ഇത് വാങ്ങിച്ച് ഇതൊരു കോംപ്ലക്സ് ആയിട്ട് നല്ല എല്ലാ മാർക്കറ്റ് പോലെ കെട്ടി അതിനകത്ത് ബാത്റൂമും പൈപ്പും എല്ലാം വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു ഇതായിരിക്കും. മേയർ പറഞ്ഞു എല്ലാവർക്കും ഇത് കെട്ടിത്തരാമെന്ന് പറഞ്ഞു. നിങ്ങളുടെ കാര്യം പരിഹരിക്കാനാണ് ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. മഴയൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. മുകളിലുള്ള ചെളിയും വെള്ളവും എല്ലാം ഇവിടെ കയറി ആരും അകത്തിറങ്ങില്ല. കൈനീട്ടം പോലും വിൽക്കില്ല. പിന്നെ ഞാൻ 2-3 ദിവസത്തെ മഴയ്ക്ക് ഞങ്ങൾക്ക് മീനൊന്നും വിറ്റില്ല. വലിയ പരാജയമാണ്. എത്ര നാളായിട്ട് ഇവിടെ? 35 വർഷമായി. ഇവിടെ വന്നിട്ട് തന്നെ 35 വർഷം ഇതിനകത്ത്. 35 വർഷം. അന്ന് വരെ തുറന്ന സമനിലയാണ്. മഴ വന്നാൽ മഴ, വെയിലുണ്ടെങ്കിൽ വെയിൽ. എല്ലാ ഇടിവെട്ടും മഴയും വെള്ളപ്പൊക്കത്തിലാണ് ഞങ്ങൾ കിടന്ന് ദുരിതം അനുഭവിക്കുക. ഞങ്ങൾക്ക് ഇതിന് കോർപ്പറേഷൻകാർ വിലയ്ക്ക് അല്ല വന്നില്ല. വന്നിട്ടില്ല. ഇല്ല. വന്നു. അതിലൊരു പോസിറ്റീവ് ഒന്ന് നല്ല വൃത്തിയായി കിട്ടണം. കാര്യം ആൾക്കാർ ഇത് മാർക്കറ്റ് ഇങ്ങനെ കിടക്കണെ കൊണ്ടാണ് ആൾക്കാർ ഇറങ്ങാത്തത് മീൻ വാങ്ങാൻ. അപ്പം അതൊക്കെ വളരെ ബുദ്ധിമുട്ടും ഭയങ്കര ഇതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കൊഴിഞ്ഞൊക്കെയാണ് പോയി മഴ പെയ്താൽ ഒരു മനുഷ്യൻ ഇതിനകത്ത്. ഒരു സമയത്ത് ഈ മാർക്കറ്റ് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നതാണ്. അത്രയ്ക്ക് ജനമായിരുന്നു. ഈ ഏരിയയിലെ എല്ലാ ഭാഗത്തുള്ള ആൾക്കാരും തിരുമല മാർക്കറ്റിനെ ബേസ് ചെയ്ത് മീൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ ആ ചന്തയുടെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ചന്തയിൽ നേരത്തെ വെള്ളം പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ വീട്ടിൻ്റെ സൈഡിൽ വലിയ ഒരു ഓടയുണ്ട്, ഡ്രെയിനേജ്, വലിയ ഓട. പക്ഷെ അത് മതിൽ കെട്ടി അടച്ചപ്പോഴത്തേക്ക് അവിടെ പോവേണ്ട വെള്ളവും എല്ലാം കൂടി ഇതിപ്പോഴായിട്ടാണ് ഈ മതിൽ ഇതിൻ്റെ ഓണർ കെട്ടിയത്. കാരണം ഈ വെള്ളം മേളയിൽ നിന്നുള്ള വെള്ളം ഇതിനകത്ത് വന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഒരു ചെറിയ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങ് അറ്റം വരെ വെള്ളം കെട്ടും. ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റില്ല. ഈ മീൻ ഇത്രയും പേര് എടുത്തുകൊണ്ട് വരുമ്പോഴേ എങ്ങനെ പോയിരുന്നാലും ഒരു 2 ലക്ഷം രൂപയ്ക്ക് പുറത്ത് മീനുള്ളതാണ് ഇത്രയും കച്ചവടക്കാർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കച്ചവടക്കാർ ഈ ആളിറങ്ങിയാലല്ലേ മീൻ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വെള്ളം പോകാനുള്ള ദുരിതം കൊണ്ടിട്ട് ഇത് അപ്പുറത്തെ പ്രോപ്പർട്ടിയിലുള്ള ഒരു ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്ത് വെള്ളം പോണില്ല. അപ്പോൾ ഇതിൻ്റെ ഓണർ തന്നെ പറഞ്ഞു ഇവിടെ വരുന്ന വെള്ളം അങ്ങോട്ട് കളയാം, മീനിൻ്റെ വെള്ളങ്ങളല്ല. അതെല്ലാം നമ്മൾ ഇവിടെ തന്നെ ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വെളിയിൽ നിന്ന് ഈ വരുന്ന മഴയും വെളിയിൽ നിന്ന് വരുന്ന ഈ വെള്ളവും ഇതിനകത്ത് കെട്ടി നിന്നിട്ട് മഴ കാരണം വെള്ളം പോകാനുള്ള സാഹചര്യമില്ല. ഇതിൻ്റെ ഓണർ 2-3 പ്രാവശ്യം ഈ വീട്ടിൻ്റെ ഓണറെടുത്ത് സംസാരിച്ചായിരുന്നു. പുള്ളി അപ്പോൾ അവിടെ ഗ്യാപ്പ് തന്നില്ല. ആ സൈഡിൽ മെയിനായിട്ട് ഡ്രെയിനേജ് ഓടയുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദുരിതവും. പുതിയ മേയർ വന്ന് ഇത് പറഞ്ഞിട്ട് പോയി. ഈ മേയർ നമുക്ക് തിരുമലയിൽ ഒരു മാർക്കറ്റ് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമാവും. കാരണം എത്ര ഏരിയ, തൃക്കണ്ണാപുരം, മങ്കാട്ടടവ്, പൊറ്റ, കീണ, വലിയോള, ഈ പ്രദേശത്തുള്ളവരെല്ലാം ഈ ഭാഗത്താണ് മീൻ വാങ്ങിക്കാൻ പറഞ്ഞത്. ഇത് തിരുമല പ്രോപ്പർ സെൻറ്ററാണ്. അപ്പോൾ ഇവിടെ ഒരു മാർക്കറ്റ് വേണം, അത്യാവശ്യമാണ്. അത് നല്ല വസതിയിലും നല്ല രീതിയിലും നമുക്കൊരു മാർക്കറ്റ് മേയർ ഉണ്ടാക്കി തരുമെന്ന് വിശ്വസിക്കുന്നു. 1991 ഞങ്ങളിവിടെ ഇറങ്ങിയതാണ്. മാർക്കറ്റ് ഇന്നത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇരിക്കുന്നതാണ് മാർക്കറ്റ്. അന്ന് ഇവിടുത്തെ കൗൺസിലർ UDF, MLA CPM, മേയർ CPM. 1991 37 വർഷമായി ഇവിടെ ഇറങ്ങിയിട്ട്. 37 വർഷമായി. അന്ന് തൊട്ട് ഇന്ന് വരെ. ഇപ്പോൾ പിന്നെ ഈ റോഡായ മാർക്കറ്റ് ഗംഭീര മാർക്കറ്റായിരുന്നു. ഏകദേശം 10-50 ലക്ഷം രൂപ മീനും മറ്റുള്ള കച്ചവടങ്ങളും സാധനങ്ങളും വിറ്റഴിയുന്ന ഒരു മാർക്കറ്റായിരുന്നു. 50 ലക്ഷം രൂപയ്ക്ക് 4 മണിക്ക് തുടങ്ങിയ രാത്രി 10 മണി വരെ മാർക്കറ്റിനകത്ത് 50 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കച്ചവടം ചെയ്യുന്ന ഒരു മാർക്കറ്റായിരുന്നു ഇന്ന് ഈ ശോചനീയ അവസ്ഥയിൽ കിടക്കുന്നത്. ഇപ്പം റോഡ് മൊത്തവും കച്ചവടം. കാലത്തോട്ട്
ഇവിടെ തൊട്ടടുത്ത് മാർക്കറ്റ് ഇരിക്കുമ്പോൾ ഒരു 2:30-3 മണി വരെ പുറത്ത് കച്ചവടം ചെയ്തിട്ട് ബാക്കി സമയത്ത് ഇവിടെ ഇറങ്ങട്ടെ, ആരും ഇറങ്ങൂല. ആര് പറഞ്ഞാലും ചെറു കച്ചവടക്കാർ തൊട്ട് വലിയ കച്ചവടക്കാർ വരെ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങൂല. അപ്പോൾ റോഡിൽ നിന്ന് സൗകര്യപ്രദമായിട്ട് സ്കൂട്ടറിൽ ഇരുന്നു കൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകണം. ഞങ്ങൾക്ക് ഭീമമായ നഷ്ടം. പിന്നെ ഒന്നിന് പോകാനുള്ള ഒരു സൗകര്യമില്ല. പുറത്തുള്ള എല്ലാ വേസ്റ്റുകളും മാർക്കറ്റിനകത്ത് കൊണ്ടുവരുന്നത്. ഞങ്ങൾ ഈ വേസ്റ്റുകളൊക്കെ മാറ്റിയാണ് രാവിലെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് തൂത്തുവാരിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. സ്വകാര്യ വ്യക്തിക്കുള്ളതാണ്. കോർപ്പറേഷൻ്റെ വകയായിരുന്നെങ്കിൽ നമ്മൾ കൗൺസിലറെ പറയാം. സ്വകാര്യ വ്യക്തിയെ അതിനെക്കൊണ്ട് ആരെയും ഞങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങൾ പറയാൻ പറ്റില്ല. ആ അവസ്ഥയിൽ പോവുകയാണ്. എന്തെങ്കിലും ഒരു വികസനം ഉണ്ടായാൽ അത് ഈ മേയർക്കും ഇവിടുത്തെ കൗൺസിലർക്കും കിട്ടിയെന്നെ. 8-8:30 മണി വരെ ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കും. പിന്നെ പച്ചക്കറികളൊക്കെ വാരിക്കൊണ്ട് റോട്ടിൽ കൊണ്ടുവച്ചാണ് വിൽക്കുന്നത് കേട്ടാ. റോട്ടിൽ പോണ കൂട്ടങ്ങൾ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി വല്ലതും വാങ്ങിക്കും. ഇവിടെ ആളും പേരും ഒന്നും ഇറങ്ങില്ല. ചന്ത മഴ പെയ്ത് കഴിഞ്ഞാൽ വെറും കുളം. മഴയത്ത് കയറി ഒതുങ്ങിയിരിക്കാനുള്ള സ്ഥലവും ഇല്ല. അങ്ങനെ റോട്ടിൽ വാരിക്കൊണ്ട് പോകും. ഈ ഇപ്പം വന്നിട്ട് തന്നെ 1 മണിക്കൂറായി. 10 രൂപ വരെ മുതൽ വിട്ടിട്ടില്ല. ഇതിലിപ്പം പുതിയ മേയർ വന്ന് മാറ്റം വരുമെന്നൊരു കാണുന്നു. ഒന്നൊരു വിശ്വാസം തോന്നണം. പക്ഷേ മേയർ വന്ന് വരികയോ അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രനായിരുന്നല്ലോ, അയാൾ ഇവിടെ വന്നിട്ടില്ല. അവള് വന്ന് ഒരു ദിവസം നോക്കിയിട്ട് അവിടെ മേജർ രാജേന്ദ്രന്റെ ഭാര്യ, പേരെന്തോന്നു കൊച്ചില്ല, മേയർ ആര്യ രാജേന്ദ്രൻ. മേജർ ആര്യ രാജേന്ദ്രൻ. അങ്ങനെ ഒരു ദിവസം ഇലക്ഷന് മുൻപേ വന്നിട്ട് പോയി, അല്ലാതെ വന്നിട്ടില്ല. പിന്നെ അല്ലാതെ പോലീസും ചപ്പും ചവറും ഒരു മാറ്റം വരുമെന്ന് തോന്നുന്നുണ്ടോ? ഈ സാർ വന്ന് ഇപ്പോഴും വന്ന് ലൈറ്റൊക്കെ ഇട്ടുതരാന്നൊക്കെ പറയുന്നത്. പിന്നെ ലൈറ്റ് ഇട്ട് തന്നില്ലെങ്കിൽ ഒരു ബാത്റൂമിൽ കെട്ടി തന്നെങ്കിലും മതിയായിരുന്നു. ഞങ്ങൾ രാത്രി 12 മണി വരെയൊക്കെയാണ് കച്ചവടങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ചന്ത റോഡിലാണ് കൂടുതലും കട. അതിനെ ഒന്നും മാർക്കറ്റിനകത്ത് ആക്കിത്തരാം. ഇപ്പോഴൊരു മാർക്കറ്റ് പോലെ കെട്ടിക്കഴിഞ്ഞാൽ എല്ലാം ഇങ്ങോട്ടാവൂലേ? എല്ലാം ഇങ്ങോട്ടാവും. കൗൺസിൽ മാറ്റി തരുമെന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു. പിന്നെ മേയർ വന്നപ്പം മുമ്പുള്ള വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യാസം വരുമെന്ന് വിശ്വാസമുണ്ടോ? ഉണ്ട്, നല്ലതുപോലെ ഉണ്ട്. പിന്നെ ഈ മാർക്കറ്റിനകത്ത് ഒരു ബാത്റൂം ശരിയാക്കി തരാൻ പറയുന്നത് അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ചുട്ടമായി മുമ്പുള്ളത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? അപ്പം കുറെ വർഷമായിട്ട് ഇവിടെ മഴ പെയ്താലും. ഞാൻ 42 വർഷമായി വന്നിട്ട്. ഇയാള് വന്നിട്ട് ഒരു 50 വർഷമാകും ഇവിടുത്തെ കട. ഞാൻ കോംപ്ലക്സിൽ ഉള്ളപ്പോഴേ ഉള്ളതാണ്. ഇവരൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഇപ്പൊ അയ്യോ മോനെ നമുക്ക് നേരെ 1 കിലോ അരി വയ്ക്കാൻ കിട്ടാൻ നിവർത്തിയില്ല. സത്യമാണ്, സത്യ വാക്കാണ്. സാറേ 5 എണ്ണം എടുത്തോളൂ 50 രൂപയ്ക്ക്. പിന്നെ 4 കൊടുക്കാൻ പറ്റുള്ളൂ. വ്യത്യാസം വരുമെന്ന് ഉറപ്പുണ്ട്. വന്നപ്പോഴും ഒരു മഴ നനയാതെ ഒരു ഇത് സംവിധാനവും എങ്ങനെ ഉണ്ടായി തന്ന വളരെ പുണ്യവും അവർക്ക്.